யூசுப் அலி இருக்காப்புல இல்லை, பிஸ்னஸ் மேக்னெட்டு. துபாயில் எல்லாம் பெரிய பெரிய லூலு மஹால், சவுதியில் லூலு மஹால்லாம் வச்சு பிஸ்னஸ் பண்ணிட்டு இருக்காருல யூசுப் அலி. அவர் இருக்காரா பாவத்தாயிட்டாரா? இருக்கா துனியாவில் இருக்காரா இல்லை ഇറന്നിട്ടാരാ? ഒരു പ്രയാസമില്ല. നമ്മൾ ജോലി ചെയ്യാൻ സാധിക്കുന്നിടത്തോളം കാലം ജോലി ചെയ്യും അല്ലേ? നമ്മുടെ ബാങ്ക് ബാലൻസ് ഉണ്ടെങ്കിൽ തന്നെ അതല്ല നോക്കേണ്ടത്. നമ്മുടെ ശരീരത്തിനും മനസ്സിനും മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ നമ്മൾ ജോലി ചെയ്യണം അല്ലേ? ഒരുപക്ഷെ എല്ലാവരുടെയും നിങ്ങൾക്ക് സഹായം ഉണ്ടാവും, മക്കളെ ഉണ്ടാവും, കുടുംബം ഉണ്ടാവും. പക്ഷെ എന്നാലും ഇതൊരു ആക്ടിവിറ്റിയാണ് അല്ലേ? വി ഹാവ് ടു ഡു അവർ വർക്ക്. മീഡിയക്കാരൻ ചോദിച്ചു നിങ്ങൾ എന്നാ റിട്ടയർ ചെയ്യാം? ഞാൻ പറഞ്ഞ റിട്ടയർമെന്റ് ടു കവർ. അതല്ലേ ശരി? പിന്നെ അവൻ നിശ്ചയിച്ചിട്ടുണ്ട് നമ്മുടെ ആരോഗ്യം എത്രത്തോളം ഉണ്ട്, നമ്മൾക്ക് എത്രത്തോളം ജീവിക്കാൻ പറ്റും എന്ന്. ഡിപ്പെൻഡ് ചെയ്യാം. ഖുർആൻ തന്നെ പറയുന്നു, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എം.എ. യൂസുഫ് അലി, അദ്ദേഹത്തെക്കുറിച്ച് അറിയാത്തവരാരും ഉണ്ടാവില്ല. ബിസിനസ് മേഖലയിൽ ഏറ്റവും ഉയർന്ന ഒരു നിലയിലെത്തിയ, ഹൈദരാബാദിലൊക്കെ നൂറുകണക്കിന് ഏക്കർ സ്ഥലം വാങ്ങി വലിയ ബിസിനസിൻ്റെ ഉടമയായ അദ്ദേഹത്തെക്കുറിച്ചുള്ള ഒരു വാർത്ത വളരെ വേദനിപ്പിക്കുന്നത് എന്ന് പറയുന്നത്, അദ്ദേഹം മരണപ്പെട്ടു എന്നുള്ള വാർത്ത പ്രചരിപ്പിക്കുകയും ഒരുപാട് ആളുകൾ ഇതിനെക്കുറിച്ചുള്ള സത്യാവസ്ഥകൾ ചോദിക്കുകയും ചെയ്യുന്നുണ്ട്. ഈ കാലഘട്ടത്ത് പോലും ഇത്തരത്തിലുള്ള വാർത്തകൾ, എൻ്റെ പ്രിയപ്പെട്ടവരെ, അദ്ദേഹത്തിൻ്റെ പ്രവർത്തനത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് ഒരു അഹങ്കാരമില്ലാത്തൊരു മനുഷ്യരാണ്. എല്ലാവരോടും സ്നേഹത്തോടു കൂടി പെരുമാറുന്ന, അദ്ദേഹത്തിൻ്റെ ചില ഉപദേശങ്ങളൊക്കെ വലിയ മനസ്സിന് സന്തോഷവും ആനന്ദവും നൽകുന്നതാണ്. അദ്ദേഹത്തിൻ്റെ ഉയർച്ചയെക്കുറിച്ച് പറയുന്ന ചില വീഡിയോകൾ കേട്ടവരുണ്ടായിരിക്കും. അദ്ദേഹം അതിൻ്റെ ഒരു കാരണങ്ങളെക്കുറിച്ച് പറയുമ്പോൾ നമുക്ക് തന്നെ അത് നമ്മെ ഇരുത്തി ചിന്തിപ്പിക്കുന്ന വാക്കുകളാണ്. കാരണം നമ്മുടെ വിരൽ തുമ്പുകളിൽ അറിവുകളുള്ള കാലഘട്ടത്തിലാണ് നമുക്ക് ജീവിക്കുന്നത്. ഈ കാലഘട്ടത്ത് പോലും ഇത്തരത്തിലുള്ള വാർത്തകൾ കേൾക്കുമ്പോൾ പെട്ടെന്ന് വിശ്വസിക്കുന്നവർ എന്തും ഉണ്ട് എന്ന് കേൾക്കുമ്പോഴാണ് വല്ലാത്ത വേദനയുള്ളത്. കാരണം യൂസുഫ് അലിയെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ ലേറ്റസ്റ്റ് വീഡിയോയെക്കുറിച്ച് കിട്ടണമെങ്കിൽ ഒന്ന് ഗൂഗിളിലോ യൂട്യൂബിലോ ഒന്ന് സെർച്ച് ചെയ്താൽ നമുക്ക് കിട്ടും. ആ സമയത്ത് അയാൾ ജീവിച്ചിട്ടുണ്ടോ ഇല്ലേ എന്ന് പെട്ടെന്ന് നമുക്കറിയാൻ പറ്റും. എന്നാൽ ഇത് കേൾക്കലോടുകൂടി എപ്പോഴാണ് മരിച്ചത്, എന്താണ് കാര്യം ചോദിക്കുന്നതിന് മുമ്പ് ഒന്ന് അദ്ദേഹത്തിനെ കുറിച്ച് പഠിക്കാൻ നോക്കിയാൽ അദ്ദേഹത്തിന് ലേറ്റസ്റ്റായിട്ട് ചെയ്ത അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. അത്രത്തോളം നമുക്ക് ആ സാങ്കേതിക വിദ്യയുള്ള ഈ കാലഘട്ടത്ത് പോലും വ്യാജങ്ങൾ പ്രചരിപ്പിക്കുന്നു. ആ പ്രചരണത്തെ വിശ്വസിക്കുന്നവരുണ്ട് എന്ന് പറയുമ്പോഴാണ് വല്ലാത്ത അത്ഭുതമുള്ളത്. ഈ കാലഘട്ടത്ത് പോലും ഇത്തരത്തിലുള്ള ആളുകൾ ഇത്തരത്തിലുള്ള വാർത്തകൾ കേൾക്കുമ്പോഴേക്കും അങ്ങ് വിശ്വസിക്കുന്നതും, പിന്നെ അദ്ദേഹത്തെ സ്നേഹിക്കുന്നവർക്കൊരു സങ്കടമാണ്, ഇത്ര പെട്ടെന്ന് എന്താ സംഭവിച്ചത് എന്ന രീതിയിലേക്കുള്ള ഒരു ചോദ്യങ്ങളും. എൻ്റെ പ്രിയപ്പെട്ടവരെ, മരണമെന്നുള്ളത് എപ്പോഴും ഏത് സമയത്തും വരാം. മരിക്കുന്ന നേരം ഈമാനോട് കൂടിയുള്ള മരണം അള്ളാഹു നൽകണം. നമ്മുടെ സമ്പത്തോ നമ്മുടെ ആരോഗ്യമോ അല്ലെങ്കിൽ നമ്മുടെ പ്രതാപമോ ഒന്നും നമുക്ക് ഉപകരിക്കാത്ത ഒരു സന്ദർഭമാണ്. ഇവിടെ ആയുസ്സങ്ങ് തീർന്നു പറയുമ്പോൾ ലൻ യുഅഖിറല്ലാഹു നഫ്സൻ ഇദാ ജാഅ അജലുഹാ വല്ലാഹു ഖബീറും ബിമാ തഅമലൂൻ. ഒരു സെക്കൻഡ് മുന്തിക്കുകയോ പിന്തിക്കുകയോ ഒന്നും അള്ളാഹു ചെയ്യൂല. ആ സെക്കൻഡിൽ തന്നെ നമ്മുടെ എല്ലാം കഴിഞ്ഞിരിക്കും. അള്ളാഹു മരിക്കുമ്പോൾ നല്ലൊരു മരണം എല്ലാവർക്കും അള്ളാഹു നൽകട്ടെ. യൂസുഫ് അലി അദ്ദേഹം ഇന്നും ജീവിച്ചിരിപ്പുണ്ട്. അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് അദ്ദേഹത്തിന് നൽകട്ടെ.
ഇത്തരത്തിലുള്ള വാർത്തകൾ തീർച്ചയായും ഈ കാലഘട്ടത്തും പെട്ടെന്ന് അങ്ങ് വിശ്വസിച്ചു കൊണ്ടൊരിക്കലും, കാരണം അതിനുള്ള എല്ലാ സൗകര്യങ്ങളും വിരൽ തുമ്പിൽ നമ്മുടെ വിവരങ്ങൾ ശേഖരിക്കാനുള്ള ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. എന്നിട്ട് പോലും ഇത് ഈ ഇത്തരത്തിലുള്ള വ്യാജ വാർത്തകൾ പെട്ടെന്ന് അങ്ങ് വിശ്വസിക്കുന്ന ആളുകളും അതിൽ വല്ലാത്ത സംശയം പുലർക്കുന്ന ആളുകളൊക്കെ ഉണ്ടെന്ന് പറയുമ്പോൾ വളരെ ദുഃഖമുണ്ട്. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല മരിക്കുന്ന നേരം ഈമാനോടുകൂടിയുള്ള മരണവും അദ്ദേഹത്തിന് ആഫിയത്തുള്ള ദീർഘായുസ്സും ആരോഗ്യം അല്ലാഹു നൽകി അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും.